കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPIM-ന്റെ സഹായത്തോടുകൂടി ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച PV അൻവർ തെറ്റായ കുറേ കാര്യങ്ങളാണ് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ പ്രമുഖരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് PV അൻവറിൻ്റെ പുതിയ അല്ലെങ്കിൽ മുൻ തലമുറ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന AICC അംഗമായി പ്രവർത്തിച്ച ഒരാളുടെ മകനായാണ് നമ്മുടെ നാട് PV അൻവറിനെ ആദ്യമായി കാണുന്നത്. പുത്തംവീട്ടിൽ ഷൗക്കത്ത് അലി എന്ന എടവണ്ണ പഞ്ചായത്തിലെ ഒതായി എന്ന പ്രദേശത്തെ വലിയ പ്രമാണി. അദ്ദേഹം എൻ്റെ ചെറുപ്പകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ഏറ്റവും പ്രമാണിയായ ഒരു നേതാവായിരുന്നു. കോൺഗ്രസിൻ്റെ പൊതുയോഗങ്ങളിൽ ഒരു കറുത്ത അംബാസഡർ കാറിൽ വന്ന് പ്രസംഗിച്ചു പോകുന്ന ഒരാളാണ് PV ഷൗക്കത്ത് അലി സാഹിബ്. അദ്ദേഹം AICC മെമ്പറായിരുന്നു. കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ കാറിൽ വരാൻ അർഹതയുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്ന സ്വന്തം കാറിൽ സഞ്ചരിക്കാൻ അർഹതയുണ്ടായിരുന്ന കഴിവുണ്ടായിരുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം AICC മെമ്പറാവുന്ന സമയത്ത് കേരളത്തിൽ സന്ദർശനത്തിന് വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഴയകാല ഒരു ചരിത്രമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സംഘടനാ തലത്തിൽ അഖിലേന്ത്യാ നേതൃസ്ഥാനത്ത് ഇരുന്നിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക പരിഗണന PV ഷൗക്കത്ത് അലി സാഹിബിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായാണ് നമ്മൾ PV അൻവറിനെ അറിയുന്നത്. അത് വളരെ കാലം മുമ്പല്ല, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ സമയത്താണ് PV ഷൗക്കത്ത് അലി സാഹിബിൻ്റെ മകൻ പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാവായി വന്നൊരാൾ ഇങ്ങനെയുണ്ട് എന്ന വിവരം നമ്മുടെ നാട്ടുകാരെല്ലാം അറിയുന്നത്. MI ഷാനവാസും സത്യൻ മോഗേരിയും നേരിട്ട് ഏറ്റുമുട്ടിയ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹമുള്ള ആളുകൾക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് പാർട്ടിക്കല്ല ഒരു പാർട്ടിക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആഗ്രഹം കുറച്ച് കടന്നതായിരുന്നു അൻവറിന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തരാൻ സാധിക്കില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാം എന്ന് അൻവർ ആഗ്രഹിച്ചു എന്നാണ് പിന്നീട് ലഭ്യമായ വിവരം. പക്ഷേ CPI സത്യൻ മൊഗേരി എന്ന അവരുടെ കർഷക പ്രസ്ഥാനത്തിൻ്റെ സമ്മതനായ നേതാവിനെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സത്യൻ മൊഗേരിക്കെതിരായി MI ഷാനവാസിനെതിരായി PV അൻവർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹം ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഏറനാട് അസംബ്ലി മണ്ഡലമാണ്. അത് പുതിയ പാർലമെന്റ് മണ്ഡല രൂപീകരണ പ്രകാരം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുമാണ്. അങ്ങനെ അദ്ദേഹം നന്നായി പൈസ ചെലവാക്കി മത്സരിച്ചു. ആ മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങി. ഏറനാട് മണ്ഡലത്തിലെ PV ഷൗക്കത്ത് അലി സാഹിബിന്റെ മകൻ കോൺഗ്രസിലെ ഒരു വലിയ ഭാഗം ആളുകളുടെ വോട്ട് സ്വന്തം ചിഹ്നത്തിൽ വാങ്ങുന്നതിന് വേണ്ടി സാഹചര്യം സൃഷ്ടിക്കുകയും അദ്ദേഹം അവിടെ നല്ല വോട്ട് വാങ്ങിയ ഒരു സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ജയിച്ചത് MI ഷാനവാസ് ആയിരുന്നു. പിന്നീട് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി വന്നു. അന്ന് CPI ആണ് ഏറനാട് മണ്ഡലത്തിലും മഞ്ചേരി മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയുമായി മത്സരിച്ചത്. ആ മണ്ഡലത്തിൽ ജയിച്ചത് UDF-ന്റെ ബാനറിൽ മത്സരിച്ച മുസ്ലിം ലീഗിന്റെ MLA ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സീതി ഹാജിയുടെ മകൻ PK ബഷീറാണ്. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് അൻവറിന് വാങ്ങാൻ സാധിച്ചു എന്ന സത്യം എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷെ അൻവർ സ്ഥാനാർത്ഥിയാവണമെന്ന ആഗ്രഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് ഉൾക്കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷമാണ് 2014 തെരഞ്ഞെടുപ്പ് വരുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുന്നണിയുടെ നേതാക്കന്മാരെ അൻവർ സമീപിക്കുന്നത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന CPIM-ഉം സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാറുണ്ട്. അത് പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന സ്ഥലത്തും മത്സരിപ്പിക്കാറുണ്ട്. പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് സ്വതന്ത്രന്മാരുടെ വോട്ട് കൂടി ലഭ്യമായാൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് കണ്ടാൽ അവിടെയും മത്സരിപ്പിക്കാറുണ്ട്. അത് അന്നത്തെ കാലഘട്ടമാണ് അതിനെ സാധൂകരിക്കുക. അത് ഇന്ന് മാത്രം ആരംഭിച്ച ഒരു പ്രക്രിയയല്ല. ഇടതുപക്ഷ പാർട്ടിക്കാരുടെ നേതാക്കന്മാരല്ലാത്ത മറ്റു പല രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ വരാനും തങ്ങളുടെ സെക്ടറിന്റെ അഭിപ്രായം പറയാനും എല്ലാം അവസരം വരണമെങ്കിൽ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും വരുന്നവർക്കും എല്ലാം അവസരമുണ്ടാകണം എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ സ്വയം സമ്പൂർണന്മാരാണെന്ന് കരുതുന്നില്ല. എല്ലാ കാര്യത്തിലും ഞങ്ങൾ തന്നെ മതി എന്ന നിശ്ചയം ഇടതുപക്ഷ മുന്നണിക്കില്ല, CPIM-നില്ല. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. 1956 നവംബർ മാസം 1-നാണ് കേരളം ഉണ്ടായത്. ഈ ഭാഷാ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് വരുന്നത് 57 ഏപ്രിൽ മാസത്തിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ സഖാവ് EMS-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിരുന്നില്ല എല്ലാ MLA-മാരും. കേവല ഭൂരിപക്ഷത്തിന് ഒരു വോട്ട് അധികമാണ് ഉണ്ടായിരുന്നത് EMS-ന്റെ ഗവൺമെന്റിൽ, 65 ആൾ. അതിൽ 60 ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. 5 ആള് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരാണ്. അതിൽ VR കൃഷ്ണയ്യരുണ്ട്. അദ്ദേഹം പ്രഗത്ഭനായ അഭിഭാഷകനാണ്. കേരളത്തിന്റെ നിയമമന്ത്രിയായി വന്ന ആളാണ്. അദ്ദേഹം പിന്നെ ജഡ്ജിയായി, സുപ്രീം കോടതിയിലെ ജഡ്ജിയായാണ് പിരിഞ്ഞത്. അതെല്ലാം ചരിത്രം. ഡോക്ടർ AR മേനോൻ, അദ്ദേഹം കേരളത്തിലെ പ്രഗത്ഭനായ വിശ്വകരനായി. AR മേനോൻ അന്ന് അറിയാത്തവരില്ല. അദ്ദേഹം EMS-ന്റെ കൂടെ ഇരുന്ന ഒരാളാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നില്ല. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാം കേരളത്തിലെ പ്രഗത്ഭന്മാരായ മന്ത്രിമാരായി. അങ്ങനെ ഇടതുപക്ഷക്കാരല്ലാത്തവരെയും കൂടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്ന ജോലി ചിലപ്പോൾ ഞങ്ങൾ നിർവഹിക്കാറുണ്ട്. കുറ്റിപ്പുറം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ MLA KT ജലീലിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്ന ആളല്ല. അന്ന് കുറ്റിപ്പുറത്ത് മത്സരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീലാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവിടെ മത്സരിച്ചത്. അതിനു മുമ്പ് മങ്കട അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മഞ്ഞളാൻകുടി അലി CPM-ന്റെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ല. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവം മാത്രമുള്ള ആളായിരുന്നു. അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയോട് തോൽക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത് മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ KPA മജീദിനെ അദ്ദേഹം തോൽപ്പിച്ചു. പിന്നെയും മത്സരിച്ച അദ്ദേഹം CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഓമനപുത്രൻ മുഹമ്മദ് കോയ മുനീർ MK മുനീറിനെ തോൽപ്പിക്കുകയുണ്ടായി. തോൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാവണമെന്നുള്ള ആഗ്രഹം വന്നു. ആഗ്രഹം നിറവേറ്റാൻ അപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം മന്ത്രിയാകാൻ UDF-ലേക്ക് പോയി. ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്ന ജോലി ഞങ്ങൾ നിർവഹിക്കാറുണ്ട്. ഇപ്പോൾ പിന്നീട് നോക്കുമ്പോൾ അൻവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അൻവർ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു നിലമ്പൂരിൽ. അങ്ങനെയാണെങ്കിൽ അൻവർ എന്ന പ്രമാണി തൻ്റെ സ്വന്തം മണ്ഡലമായ ഏറനാട് മത്സരിച്ച് ജയിക്കണ്ടേ? നിലമ്പൂരിലല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിനെതിരായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഏറനാട് മണ്ഡലത്തിലാണ്. ഏറനാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ട് ജയിച്ചോ? ഇല്ല. 2011 തോക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ സമീപിച്ചത് ജയിച്ച് MLA ആവാനാണ്. ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ സ്വന്തമായി മത്സരിച്ച് ജയിക്കാൻ അപ്പോൾ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളെ നിഷ്കരണം തള്ളിക്കളയാതെ സ്വീകരിക്കുക എന്ന ജോലി നിർവഹിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ചിലപ്പോൾ അങ്ങനെ വേണ്ടിവരില്ലേ? ആ തെരഞ്ഞെടുപ്പിൽ 12,000-ൽ പരം വോട്ടുകൾ PV അൻവർ ജയിച്ചു. അത് 2016-ലാണ്. 5 കൊല്ലം കഴിഞ്ഞു രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ ഈ വാഗ്വാദമെല്ലാം നടത്തുന്ന അൻവർ
തിരിഞ്ഞു ചിന്തിക്കേണ്ടത്, നിങ്ങൾ എത്ര വോട്ടിനാണ് രണ്ടാം പ്രാവശ്യം ജയിച്ചത്? 2000 വോട്ടിനാണ്. 12,000 വോട്ടിന് ജയിച്ച PV അൻവർ 5 കൊല്ലക്കാലം അവിടെ പ്രവർത്തിച്ചപ്പോൾ നിങ്ങളുടെ 12,000 13,000 ആയില്ല, അത് 14,000 ആയില്ല, 2,000-ലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചുരുങ്ങിയ കാലമാണോ നിങ്ങൾക്ക് 2,000-ലേക്ക് വന്ന കാലം? 2016-ൽ നിന്ന് 21-ലേക്ക് വന്നപ്പോ ഇടതുപക്ഷ മുന്നണിക്ക് സീറ്റ് കുറഞ്ഞോ, വോട്ട് കുറഞ്ഞോ? ഇല്ല, വോട്ടും കൂടി സീറ്റും കൂടി. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് 91 സീറ്റാണ്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റ് കിട്ടി. 2014-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോട്ട് 43% വോട്ടാണ്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 45% വോട്ടാണ്. ഈ രണ്ട് റിസൾട്ടിനപ്പുറം വേറൊരു റിസൾട്ടും ഉണ്ടായി. നേമം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെയും ഐക്യജനാധിപത്യ മുന്നണിയും തോൽപ്പിച്ച് പഴയ കേന്ദ്രമന്ത്രിയായിരുന്ന O രാജഗോപാൽ അസംബ്ലിയിലേക്ക് ജയിച്ചു വന്നു. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾക്ക് നേമത്ത് കിട്ടിയിട്ടില്ല. 36,000 വോട്ട് 16,000 വോട്ടായി ചുരുങ്ങി. 20,000 വോട്ട് കോൺഗ്രസിന് കാണാതെ പോയി. ആ കോൺഗ്രസിന്റെ വോട്ടാണ് രാജഗോപാലിനെ MLA ആക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് കൂടുകയാണ് ചെയ്തത്. പക്ഷേ 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു കാര്യം മുൻപേ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, BJP കേരളത്തിൽ അങ്ങനെ നകളിക്കണ്ട, നിങ്ങൾ കുറെ കാലം ഇവിടെ നടന്നതിന് ശേഷം ഇപ്പോൾ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, ആ അക്കൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂട്ടിക്കോ. 2021-ൽ വോട്ടെണ്ണിയപ്പോൾ അക്കൗണ്ട് പൂട്ടി. 2021-ലെ അക്കൗണ്ട് BJP-യുടേത് പൂട്ടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, 2021-ൽ വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, 2021-ൽ 8 സീറ്റ് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ കാലത്ത് PV അൻവർ എന്ന MLA-ക്ക് പഴയ കാലത്ത് കിട്ടിയ 12,000-ൽ പരം വോട്ടിൽ നിന്ന് നിങ്ങൾ 2,000 വോട്ടിലേക്ക് ചുരുങ്ങി. എന്തായിരുന്നു കാരണം? നിങ്ങളെ 2,000 വോട്ടിലേക്ക് ചുരുങ്ങിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് വിശേഷപരമായൊരു വോട്ട് വേറെ വന്നിരുന്നു. അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ വോട്ട്, പെൻഷൻ കിട്ടിയവരുടെ വോട്ട്. കൊറോണ കാലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നപ്പോൾ കൈത്താങ്ങായി നിന്ന ഗവൺമെന്റിന്റെ വോട്ട്. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി PV അൻവർ MLA എന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സാമാജികനോട് ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിഷ്പക്ഷമതികൾ ചെയ്ത ആ വോട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ MLA ആകുമായിരുന്നോ? ആകുമായിരുന്നില്ല. അതല്ല കണക്ക്. നിങ്ങളുടെ പ്രവർത്തനം ശരിയായിരുന്നുവെങ്കിൽ അങ്ങനെ വരേണ്ടേ? അങ്ങനെ വന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിമാർ രാത്രിയും പകലും വിശ്രമമൊഴിച്ച് ഉറക്കമൊഴിച്ചിരുന്ന് കൊറോണ കാലത്ത് സേവിച്ചത് കണ്ട കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇനിയും വരേണ്ടത് എന്ന് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗ്ലാമർ കിട്ടിയിരുന്നില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം തുടരും, നിങ്ങൾ നോക്കും. എന്തുകൊണ്ടാണ് ആ സാഹചര്യം വന്നത് എന്നുള്ളതിൽ കയ്യിരിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. മുഖം ചീത്തയായാൽ കണ്ണാടിയെ കുത്തിപ്പൊട്ടിക്കരുത്. മുഖം ചീത്തയായാൽ നന്നാക്കാൻ എത്രയോ പണി ഇപ്പോഴും. അങ്ങനെ എത്ര പണിയെടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 75-80 വയസ്സായ ആളുകളുടെ മുഖത്തൊരു ചുളിവ് വരാതെ ദേശം പൈസ കൊടുത്താൽ ഏർപ്പാട് ചെയ്തു തരാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടുപുറത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുഖമാണ് മോശമായത്, അത് കണ്ണാടിക്ക് കുത്തേണ്ട കാര്യമില്ല. മുഖം മോശമായാൽ നന്നാക്കാനുള്ള പണി എന്ത് എന്നുള്ളത് ആലോചിക്കുന്നതിന് പകരം കണ്ണാടിമ കുത്തി ദേഷ്യം തീർക്കുക എന്നുള്ളത് കൊണ്ട് മുഖത്ത് വീഴുന്ന പാട് മാറിപ്പോവില്ല എന്ന് ബഹുമാന്യനായ MLA മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വെറും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാകുമ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ രീതി ശൈലി എന്നുള്ളത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ആരോടായിരുന്നു കോൺഗ്രസിൽ നിങ്ങൾക്ക് കൂറ് എന്നുള്ളത് നല്ല സ്നേഹത്തോടു കൂടി പിന്തിരിഞ്ഞു നോക്കണം. ഈ നാട്ടിലെ ആളുകൾക്ക് അറിയില്ലെങ്കിലും എടവണ്ണ പഞ്ചായത്തിലെയും മുതായിലെയും ആളുകൾക്ക് അറിയാം, നിലമ്പൂരിലെയും വണ്ടൂരിലെയും ആളുകൾക്ക് അറിയാം. നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളായിരുന്നു. അതിൽ കരുണാകരന്റെ വലങ്കൈയായി പ്രവർത്തിച്ച ഇന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ ഉറ്റ അനുയായിയായി മലബാറിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ മന്ത്രിയായി. ഇപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവില്ല. ചില ആളുകൾക്കല്ലേ സുധാകരൻ മന്ത്രിയായത് ഓർമ്മയുണ്ടാവും. സുധാകരൻ ഏതിന്റെ മന്ത്രിയായിരുന്നു?
വനം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ വനം വകുപ്പിന്റെ മന്ത്രിയായി സുധാകരൻ രംഗപ്രവേശനം ചെയ്തപ്പോൾ മലബാറിലെയും മലപ്പുറം ജില്ലയിലെയും കാട്ടിലെ രാജാവാരായിരുന്നു PV അൻവർ എന്ന് പറയുന്ന ആളായിരുന്നു. അല്ല എന്ന് ഈ നാട്ടുകാർ പറയട്ടെ, നിങ്ങളുടെ നാട്ടുകാർ. കാട്ടിന്റെ രാജാവായി നിങ്ങളും കാട്ടിന്റെ മന്ത്രിയായി സുധാകരനും നന്നായി പ്രവർത്തിച്ചു വരുന്ന കാലത്താണ് കോൺഗ്രസിൽ അതിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ശ്രീ K കരുണാകരന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായത്. അദ്ദേഹം അത് സഹിച്ചില്ല. ആ ദുരനുഭവങ്ങളെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്, AK ആന്റണിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. പത്രക്കാരോട് കണ്ണുരുക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, തൊട്ടടുത്താണെങ്കിൽ അടിച്ച് അണപ്പല്ല് ഞാൻ എടുക്കുമെന്നായിരുന്നു. അതിപ്പോഴും ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വരാറുണ്ട്, ഇപ്പോഴും ഇടയ്ക്ക് വാട്സപ്പിൽ വരാറുണ്ട്. കണ്ണിരിക്കി ചിരിച്ചാൽ അദ്ദേഹം പറഞ്ഞത്. അത് ഇടതുപക്ഷക്കാരടിച്ചിട്ട് അണക്കിലെ പല്ലെടുക്കുന്നല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതാകെ നന്നായി വളർന്നു വന്നപ്പോൾ കോൺഗ്രസിനകത്ത് 2 പാർട്ടിയായി വന്നു. ആ ഒരു പാർട്ടിയുടെ പേരാണ് DIC. കരുണാകരൻ രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് DIC. 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ DIC കേരളം മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് നിന്നത്. കോൺഗ്രസിൽ നിന്ന് കരുണാകരനെ ഇറക്കി വിട്ടപ്പോൾ ആ ദുഃഖഭാരത്തിൽ ഇറങ്ങി വന്ന കരുണാകരനോട് പഴയ കാലത്തെ കണക്കൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് 2005 തെരഞ്ഞെടുപ്പിൽ കരുണാകരനുമായി യോജിച്ച്, DICയുമായി യോജിച്ച് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട നിലമ്പൂരിലെ MLA DICക്കാരനായിരുന്നു. DIC പിന്നീട് കോൺഗ്രസിൽ ചേർന്നു. അത് അവരുടെ ആഭ്യന്തര കാര്യം. അപ്പോൾ തന്നെ DICയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ, താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കുള്ള പദവി കോൺഗ്രസിൽ തരാനും കോൺഗ്രസിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ ഗ്രൂപ്പിസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് സാധ്യതപ്രായമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമായില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിന്റെ MI ഷാനവാസിനെതിരായി മത്സരിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് PK ബഷീറിനെതിരായി മത്സരിക്കാൻ വേണ്ടി വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകനെതിരായി മത്സരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് നിങ്ങൾ MLA ആയത്. നിങ്ങളുടെ സ്വന്തം വോട്ട് കൊണ്ട് നിങ്ങൾ MLA ആവില്ല. അങ്ങനെ ആകുമെങ്കിൽ നിങ്ങൾ ഏറനാട്ട് ആകുമായി. CPMന്റെ ആളുകളുടെ വോട്ട് കൂടി കൂട്ടിയപ്പോഴാണ് കോൺഗ്രസിലെ പഴയകാല നേതാവെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് വോട്ട് പിടിക്കാൻ കഴിഞ്ഞപ്പോഴല്ലേ അന്ന് ജയിച്ചത്. നിങ്ങളുടെ സ്വന്തം വോട്ട് കൊണ്ട് ജയിക്കുമായിരുന്നു. അങ്ങനെ ജയിച്ചു MLA ആയി. ഇപ്പോൾ അൻവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? അൻവറിന് ചില ആക്ഷേപമുണ്ട്. ആക്ഷേപം ആർക്കും വരാം. അത് കാര്യമായുള്ളത് പോലീസുമായിട്ടാണ്. എന്തേ കാര്യം പോലീസായിട്ട് വരുന്നത്? കൂടുതൽ പോലീസുമായി സാധാരണ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറി, 3 ആൾ കൂടി 2 വീലറിന് പോയി. അത് പോലീസിന്റെ ഫോട്ടോയിൽ പെട്ടു. പോയാൾ ഓഫീസിൽ വന്ന് പറഞ്ഞു. പോലീസിൽ വിളിച്ചാൽ പഴയ കാലത്ത് ചെയ്യുന്ന ഉപകാരം ഇപ്പൊ ചെയ്യാൻ കഴിയില്ല, കാരണം ഫോട്ടോയിൽ പെട്ടാൽ പിന്നെ ഒന്നും നിവൃത്തിയൊന്നുമില്ല. വേറൊരാൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയി. ചിലപ്പോൾ പെട്ടെന്ന് മീമാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. AI ക്യാമറ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ പല പല ക്യാമറയും നമ്മൾ കണ്ടിരിക്കുന്നു. അവസാനത്തെ ക്യാമറ ആണ് എന്ത്? AI ക്യാമറ. അതിനകത്ത് പെട്ടു. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് അത് ഒഴിവാക്കാൻ കഴിയില്ല. ക്യാമറയിൽ നിന്ന് വായിക്കണമെങ്കിൽ വേറെ പലതും വായിക്കണം. അപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം നിയമം ലംഘിക്കപ്പെട്ടാൽ, അബദ്ധത്തിൽ ലംഘിക്കപ്പെട്ട ആൾക്ക് അതൊന്നും ഒഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? സ്വാഭാവികം. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അത് നിർവഹിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതിൽ പരാജയപ്പെട്ടാൽ അവർക്കൊരു നീരസം ഉണ്ടാവും. അതിന് ഞങ്ങളൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലല്ലോ നിങ്ങൾ, ഞങ്ങളൊരു ബ്രാഞ്ചിന്റെയും സെക്രട്ടറി അല്ല നിങ്ങൾ. ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒന്നും അല്ലാതെ ഞാൻ MLA അല്ലേ, എല്ലാവരും എൻ്റെ അടുത്ത് വരില്ല. അങ്ങനെ വരില്ല. ഇവിടുന്ന് ഏത് ലോക്കൽ സെക്രട്ടറിയാണ് പോലീസിന്റെ കാര്യം KT ജലീലിനെ വിളിക്കുന്ന ആള്? ഇവിടെ ധാരാളം ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ ചിലപ്പോൾ 10-20 ആള് ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്. 20 അല്ല 25 ആളുണ്ട്. അവരാരാണ് KT ജലീലിനെ വിളിക്കുന്നത്? ആരെയും വിളിക്കുമോ? എന്തേ വിളിക്കാത്തത്? അയാൾ MLA. KT ജലീൽ ഒരു മോശക്കാരനായതുകൊണ്ട് വിളിക്കാത്തതാണ്. KT ജലീൽ ഫോൺ വിളിക്കാൻ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ അറിയാത്ത ആളായതുകൊണ്ടാണോ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാത്തത്? അല്ല, അദ്ദേഹം സ്വതന്ത്രനായ ഒരു MLA ആണ്. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സ്വതന്ത്രനായ MLAക്ക് റോളില്ല. അത് MLAയുടെ കുറ്റമല്ല, പാർട്ടിയുടെ കുറ്റമല്ല. അത് രണ്ടും രണ്ടാണ്. അതേമാതിരി ഒരു സ്വതന്ത്രനായ MLA അല്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിലമ്പൂർ മണ്ഡലമല്ല, അത് ഏറനാട് മണ്ഡലമല്ലേ? ചിലപ്പോൾ താമസിക്കുന്ന സ്ഥലത്തൊരു MLA ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങോട്ട് ചെന്നെന്ന് വരാം.
നിങ്ങൾ താമസിക്കുന്നത് ഏറനാട് മണ്ഡലത്തിലാണ്, എടവണ്ണ പഞ്ചായത്തിലെ ഉദായിയാണ്. അത് നിലമ്പൂർ മണ്ഡലമല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിലമ്പൂർ മണ്ഡലത്തിലെ താമസക്കാരനല്ല. പിന്നെ പോലീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം വരുന്നത് ജനങ്ങളുടെ പ്രയാസം കൊണ്ടാണോ? ജനങ്ങളുടെ പ്രയാസം കൈകാര്യം ചെയ്യാൻ നേരിട്ട് MLA ആണോ? അതെവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ജനങ്ങളുടെ എല്ലാ പ്രശ്നവും കൈകാര്യം ചെയ്യേണ്ടത് MLA ആണ്. MLA ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യെങ്കിൽ പിന്നെ പാർട്ടിയൊക്കെ എന്തിനാണ് പിരിച്ചുവിടേണ്ടത്? MLA ഉണ്ടായാൽ. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ പാർട്ടിയുടെ സംവിധാനം അൻവറിന് അറിയില്ല. അതിന് അൻവറിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ട്. ഈ പാർട്ടിക്ക് അത് കൈകാര്യം ചെയ്യാൻ വേറെ സംവിധാനമുണ്ട്. അതിൽ ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. പിന്നെ പോലീസിനെതിരായി നിങ്ങൾക്ക് വരുന്ന ആക്ഷേപം എന്താ? ആക്ഷേപം ഒരാൾക്ക് ഉണ്ടാവാം, അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ. പോലീസ് വരുന്ന സമയത്ത് SP ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ MLAക്ക് പങ്കുണ്ടാവില്ല. SP ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന മന്ത്രിസഭയിൽ MLA ഉണ്ടാവും, അവിടെ മന്ത്രിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള SP വരണം എന്ന് ആഗ്രഹിച്ചാൽ, MLA ആഗ്രഹിച്ചാൽ വന്നോളന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ ഒരാൾ ഇവിടെ MLA ഉണ്ട്, P നന്ദകുമാർ. അദ്ദേഹം ആഗ്രഹിക്കുന്ന SP ആണോ ഇവിടെ വരിക? വേറെ MLA മാരുണ്ട്, അവരെല്ലാം ആഗ്രഹിക്കുന്നവരാണോ ഇവിടെ SP ആയി വരിക? അല്ല. SP ആയി വരുന്ന ആള് ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്ത് തീരുമാനിക്കുന്ന ഒരാളാണ്. അങ്ങനെ വന്ന SP-മാർ MLA-മാര് പറയുന്നതെല്ലാം സ്വീകരിച്ച് നടന്നേക്കണം എന്ന നിർബന്ധം MLA പിടിക്കുന്നത് ശരിയാണോ? അങ്ങനെ വന്നൊരു SP ഞാൻ പറയുന്നത് സ്വീകരിച്ച് MLA പ്രവർത്തിക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ അത് ശരിയാവോ? MLA-യുടെ പണിയെടുക്കുക, SP-യുടെ പണിയെടുക്കുക. അത് CPM-ന്റെ MLA-മാരെ മാതിരിയല്ല. ഈ കരപ്രമാണിമാരായ ആളുകളായി വന്നാൽ ഞങ്ങൾ പറയുന്നത് കേട്ടു വേണം ഉദ്യോഗസ്ഥന്മാരെല്ലാം നടക്കാൻ എന്നൊരു ബോധം വരാൻ സാധ്യതയുണ്ട്. ആ ബോധം ചില ആളുകൾ സ്വീകരിക്കും, എല്ലാ ആളുകളും സ്വീകരിക്കില്ല. സ്വീകരിക്കാന്നാൽ അത് നിയമമല്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞാൽ മുഴുവൻ അനുസരിക്കുന്ന ഒരു SP ആയി സുജിത് ദാസ് ഒന്നില്ല എന്നുള്ളത് വസ്തുത. നിങ്ങൾ പറഞ്ഞാൽ മാത്രം അനുസരിക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. നമുക്കൊക്കെ ധാരാളം അനുഭവമില്ലേ. ഞാനൊരു ദിവസം നമ്മുടെ ഇന്നത്തെ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ അച്ഛൻ പാപ്പ PK അബ്ദുൽ ഖാദർ, അദ്ദേഹം തിരൂരിലെ DYSP ആയി. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അത് നിയമപരമായി ഒരു ചെറിയ പ്രശ്നമുള്ളതാണ്, അത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്ന ഒരാളാണ് അദ്ദേഹം. സർവീസിലിരിക്കെ ഒരാക്ഷേപവും ഒരാളിൽ നിന്നും കേൾക്കാൻ അവസരമുണ്ടാക്കാതെ SP ആയി പിരിഞ്ഞു പോയ ആളാണ്. അപൂർവമാണത് കേരളത്തിൽ. PK അബ്ദുൽ ഖാദർ, അദ്ദേഹത്തിന്റെ മകനാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്. PK മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ? ആ KPCC പ്രസിഡന്റ് അവസാനം ഈ തിരുനാവായാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അനുജനാണല്ലോ ഈ PK അബ്ദുൽ ഖാദർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൽ നിയമപരമായ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് പറഞ്ഞാൽ ഭരണകക്ഷിയുടെ ആളാണ് ഞാനെന്ന നിലയ്ക്ക് അത് പറയാൻ DYSPക്ക് അധികാരമില്ല എന്നാണോ ഞാൻ പറയേണ്ടത്? അതിന്റെ ശരിയിൽ നമ്മൾ എടുക്കണ്ടേ? അതിന് പകരം ഞാൻ MLA ആണ്, ഞാൻ പറഞ്ഞാൽ എല്ലാം അനുസരിച്ചേക്കണം എന്ന ഒരു ബോധത്തിൽ MLA നിന്നാൽ എല്ലാ പോലീസുകാരും അതിന്റെ കൂടെ നിന്ന് തരുമോ? പറയുന്നതെല്ലാം സ്വർണത്തിന്റെ കേസാണ്. എന്റെ സ്വർണത്തിന്റെ കേസും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളുടെ ബന്ധുക്കളിലോ സ്നേഹിതന്മാരിലോ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിലോ ആരെങ്കിലും സ്വർണ്ണ കച്ചവടവുമായി ബന്ധമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അത് പോലീസല്ല പരിശോധിക്കേണ്ടത്, നിങ്ങളാണ്. നിങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തണം. സ്വർണം വരുന്നുണ്ട്, അത് കസ്റ്റംസ് ഒഴിവാക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുണ്ട്. സ്വർണം വരുന്നുണ്ട്, കസ്റ്റംസ് പിടിക്കുന്നുണ്ട്, പോലീസിന് പിടിക്കാൻ കഴിയാത്തതുണ്ട്. ഇതെല്ലാം നാട്ടിലുണ്ട് ധാരാളം. ആ സ്വർണത്തിന്റെ കേസല്ലേ പ്രസിദ്ധമായ, എന്താ കുട്ടിയുടെ പേര്? സ്വപ്ന. സ്വപ്ന സുരേഷ് സ്വപ്നം കണ്ടത് ഈ സ്വർണ്ണ കേസല്ലേ? ഏത് ബാഗാണെന്ന് ഇപ്പോഴും BJPക്കാർക്ക് തെളിവ് കിട്ടാത്ത ഒരു ബാഗിലല്ലേ അവര് സ്വർണം കൊടുത്തത്? എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിനെ സംബന്ധിച്ച് MLAക്ക് ആക്ഷേപമുണ്ട്. MLA നന്നായി അറിയുന്ന മുമ്പ് മന്ത്രിയായിരുന്ന TK ഹംസ, ആ സഖാവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ സ്വർണത്തിന്റെ കാര്യം അൻവറിന് അറിയുന്ന മാതിരി തന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നല്ല അതിനർത്ഥം. ഇപ്പൊ TR അടിച്ച ഒരാൾ വരുന്നു ഗൾഫിൽ നിന്ന്,
ആ ടിആർ അടിച്ച് വരുന്ന ആളുടെ കയ്യിൽ 10 കിലോ സ്വർണം കൊടുത്താൽ സാധാരണ ഒരാൾ വരുന്നത് പോലെയല്ല, അതിന് ടാക്സ് കുറഞ്ഞു കിട്ടും. അതിനാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്നും 10 കിലോ സ്വർണം അയാളുടെ കയ്യിലുണ്ടെന്നും സ്വർണം വാങ്ങുന്നവർ മാത്രമല്ല അത് തട്ടിക്കൊണ്ടു പോകുന്നവരും അറിയുന്നു. സ്വർണത്തിനെ കാത്തൊരാൾ അവിടെ നിൽക്കുക. അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് ഇത്ര അടിയാണ് വലിപ്പം, ഇന്നതാണ് അയാളുടെ കളറ്. വിമാനത്തിൽ കയറുന്ന സമയത്ത് അയാൾ ഇട്ട ഷർട്ട് ചുവപ്പാണ്. ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തു. അത് കാത്തു നിൽക്കുകയാണ് ഇവിടെ ആള്. അപ്പോ കാത്തു നിൽക്കുന്ന ആൾക്ക് എയർപോർട്ടിൽ നിൽക്കാൻ പറ്റില്ല, കുറച്ച് ദൂരെ നിൽക്കണം. ആ ദൂരെ നിൽക്കുന്നതിന് മുമ്പ് അവര് 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ 1/2 കിലോമീറ്റർ ഇപ്പുറം ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ ടീമിന്റെ പേരാണ് പൊട്ടിക്കൽ ടീം. ആ വിവരം എവിടുന്നാണ് കിട്ടുന്നത്? ഇവരിൽ തന്നെ ചോർന്ന് കിട്ടുന്നതാണ് പൊട്ടിക്കൽ ടീമിന് ഇങ്ങനെ ഇതിനെ പൊട്ടിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് പലതും നടക്കുന്നുണ്ട്. ആ നടക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് ആ സ്വർണ്ണക്കടത്ത് സുതാര്യമായ രീതിയിൽ പോകണം എന്നാലോചിച്ച് സമയം കളയേണ്ട വല്ല കാര്യവും പി വി അൻവറിനുണ്ടോ? അത് ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് നാട്ടിലെല്ലാം നടക്കുന്ന കാര്യങ്ങൾ സ്വാലിഹായ അമലാക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് ഞാൻ വാദത്തിന് സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് അതെല്ലാം സ്വാലിഹായ അമലാക്കാൻ പി വി അൻവറും കൂട്ടായി ബഷീറും കൂടി വിചാരിച്ചാൽ നടക്കുമോ? നമ്മുടെ നാട്ടിൽ ഒരാൾ ഭൂമി കച്ചവടം ചെയ്യുന്നു. കച്ചവടം ചെയ്യുന്ന ഭൂമിയുടെ വിലയും രജിസ്റ്റർ ചെയ്യുന്ന ഭൂമിയുടെ വിലയും എന്നെങ്കിലും ഒന്നാവാറുണ്ടോ? രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്ന ആ സ്വാലിഹല്ലാത്ത അമല് ഓരോ മാസവും എത്ര കോടിയുടേതാണ്? അത് രജിസ്ട്രാറാണ് ഉത്തരവാദിയല്ല, രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആളാണ് ഉത്തരവാദിയല്ല, എല്ലാവരും കൂടിയാണ് ഉത്തരവാദി. ആ തട്ടിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ ഇടപെട്ടിട്ടുണ്ടോ പി വി അൻവർ? ഇല്ല. പിന്നെന്തേ സ്വർണത്തുമ്മൽ ഇത്ര താല്പര്യം? അതിപ്പോ ഞാൻ പറയുന്നില്ല. അത് തിരിയണോന് തിരിയും, അല്ലാത്തവനും നട്ടം തിരിയും. അവിടെ പലതും നടക്കുന്നുള്ളത് ശരിയാണ്. ആ നടക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാം തെറ്റല്ല, ചിലത് തെറ്റുണ്ടാവും. അതിന് എസ് പിയും എ ഡി ജി പിയുമാണ് കുറ്റക്കാർ എന്നാണ് പി വി അൻവർ MLA പറയുന്നത്. അങ്ങനെയാവാം. എ ഡി ജി പി, എസ് പി ഇവരെല്ലാം സ്വർഗീയ തുല്യരായ ഒരു കുറ്റവും ഇന്ന് വരെ ചെയ്യാത്ത മാസൂമിയങ്ങളിൽ പെട്ടവരാണ് എന്ന അഭിപ്രായം CPIM-നില്ല, കേരളത്തിലെ ഗവൺമെന്റിനുമില്ല. അങ്ങനെയൊക്കെ ചിലതുണ്ടാവാം. ഉണ്ടായാൽ പി വി അൻവർ MLA-ക്ക് പരാതിയുണ്ട്. പരാതി പി വി അൻവർ MLA-ക്ക് ഉണ്ടാവാം. അദ്ദേഹം പൊതുപ്രവർത്തകനല്ലേ. ചില ആളുകൾ വന്ന് പി വി അൻവർ MLA-യോട് ഈ കാര്യങ്ങൾ പറഞ്ഞേക്കാം. അത് ചിലപ്പോൾ പൊട്ടിക്കൽ ടീമാവാം, ചിലപ്പോൾ പൊട്ടിക്കാത്ത ടീമാവാം. അതിന്റെ ഭാഗമായിട്ട് എസ് പി ആയ സുജിത് ദാസിന് പി വി അൻവറിന് കുറ്റക്കാരനായ നിരീക്ഷണമുണ്ടെങ്കിൽ അതിന് ഈ നാട്ടിൽ സംവിധാനമുണ്ട്. പോലീസുകാരെ സംബന്ധിച്ചുള്ള ആക്ഷേപം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ തലപ്പത്ത് പോലീസല്ല, റിട്ടയർ ഹൈക്കോടതി ജഡ്ജിയാണ്. എന്തിനാ റിട്ടയർ ഹൈക്കോടതി ജഡ്ജി വെക്കുന്നത്? പിരിഞ്ഞുപോയ DGP-യെ വെക്കുന്നില്ല, പിരിഞ്ഞുപോയ DIG-യെ വെക്കുന്നില്ല. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ പ്രഗത്ഭരായ ന്യായാധിപനാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ. അവിടെ കൊടുത്താൽ ഒരു ജുഡീഷ്യൽ സംവിധാനം എല്ലാ പരിശോധനയും നടക്കും. ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൈ കൊടുത്താൽ അവിടെ ഡിപ്പാർട്ട്മെന്റൽ സംവിധാനമുണ്ട്, അത് പരിശോധിക്കാം, അത് കൊടുക്കാം. ബഹുമാനപ്പെട്ട MLA അതാണോ ചെയ്തത്? അല്ല. അദ്ദേഹം ആദ്യം പത്രസമ്മേളനം വിളിച്ചതെല്ലാം പറഞ്ഞു. അതാണോ ഇടതുപക്ഷ മുന്നണി MLA ചെയ്യേണ്ടത്? ഇടതുപക്ഷ ഭരണത്തിൽ പത്രസമ്മേളനമാണ് ആദ്യം വേണ്ടത്. ആദ്യം മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കണ്ടേ? മുഖ്യമന്ത്രിയെ കാണാൻ MLA-ക്ക് എളുപ്പമല്ലേ? മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ കാര്യങ്ങൾ പറയാൻ എന്താണ് തടസ്സം? അതിന് പകരം അദ്ദേഹം കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടു. ആ പുറത്തുവിട്ടതിൽ എന്തെല്ലാം ഉണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഫോൺ സംഭാഷണമുണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും, എന്തെല്ലാം തമാശ പറയും, എന്തെല്ലാം കുറ്റപ്പെടുത്തൽ പറയും. വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ സംസാരിക്കുന്നത് വേറൊരാൾ കേട്ടാൽ അത് A ക്ലാസ് ആയിരിക്കും. അങ്ങനത്തെ നമ്മൾ ഫോണിൽ പറയില്ല തമാശ. ഞാനിത് പറയുന്നത് തമാശയാവട്ടെ കാര്യമാവട്ടെ,
നിങ്ങൾക്ക് വരുന്ന ഫോണും നിങ്ങൾ അയക്കുന്ന ഫോണും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് സാധാരണ MLA-മാർ ചെയ്യുന്ന ഒരു ജോലിയാണോ? നിങ്ങൾക്കെന്തോ ഗൂഢ ഉദ്ദേശം ഉണ്ടായതുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. നിങ്ങൾ ആദ്യം പുറത്തുവിട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പരാതി പരിശോധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങൾ പരാതിയുമായി എന്നെയാണ് ആദ്യം സമീപിക്കേണ്ടത്, അതിനു പകരം നിങ്ങൾ പത്രക്കാരെ സമീപിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ പരാതി ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇല്ല. അവിടെ വിളിച്ചിരുത്തി പറഞ്ഞതെല്ലാം കേട്ടു, പരാതി വാങ്ങി, ഒരു ചായയും കൊടുത്തു, പറഞ്ഞയച്ചു. ഞാൻ വളരെ വേഗം നിങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം എന്ന് മുഖ്യമന്ത്രി ഇടതുപക്ഷ മുന്നണിയുടെ MLA-ക്ക് ഉറപ്പു നൽകി. പിന്നെ വന്നത് AKG സെന്ററിലേക്കാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണാനാണ് വന്നത്. സംസ്ഥാന സെക്രട്ടറി ചോദിച്ചോ, നിങ്ങൾ എന്തേ പാർട്ടിയിൽ പറയാതെ ആദ്യം പത്രക്കാരോട് പറഞ്ഞത്? അത് തെറ്റല്ലേ? അതുകൊണ്ട് നിങ്ങളുടേത് ഞാൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല, വാങ്ങി, അവിടെ വെച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ചോദിച്ചു. ശരി, ആ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കാരണം അന്വേഷണം വേണ്ടത് CPM അല്ല നടത്തുന്നത്, അത് ഡിപ്പാർട്ട്മെന്റാണ്, അതിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്, ഞാനല്ല. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമുള്ളതാണ്. ആ ഗൗരവമുള്ള പരിശോധന ഞങ്ങൾ നടത്തും. അതിന് സാവകാശം വേണം. സാവകാശം ഇല്ലാതിരുന്നാലോ? സാവകാശമില്ലാതെ നിലപാട് സ്വീകരിച്ചാലും നടപടി സ്വീകരിച്ചാലും നിലത്തിട്ട കുന്തം നെഞ്ചത്തേക്ക് വരും. ആ അനുഭവം കേരളത്തിലുണ്ട്. അതുകൊണ്ട് പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇതിന്റെ പരിശോധനയും നടപടിയും സ്വീകരിക്കുന്നത് വരെ എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കും. സമാധാനപരമായി പോവുക. അദ്ദേഹം ഇങ്ങോട്ട് പോകും, ഇവിടെ വന്നു. അവരാദ്യം പരിശോധിച്ചു. ആദ്യം പരിശോധിച്ചത് നിങ്ങൾ കൊടുത്ത തെളിവാണ്. ആദ്യത്തെ തെളിവെന്താ? നിങ്ങൾ രഹസ്യമായി പിടിച്ച ഫോൺ സംഭാഷണം. അതിൽ IPS-കാരനായ സുജിത് ദാസ്, അത് പത്തനംതിട്ട DSP-ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, മരമുറി കേസിൽ നിങ്ങൾ എന്നെ സഹായിച്ചാൽ. ഏതാ മരമുറി? ഇയാളുടെ വീട്ടിന് മുമ്പിൽ മലപ്പുറത്ത് ഒരു മഹാഗണി നിന്നിരുന്നു. അത് വെച്ച ആളുകൾക്ക് അറിയായിരുന്നില്ല ഈ മഹാഗണി ഇത്ര വളരുന്നു. അതായി വളർന്നു. സുജിത് ദാസ് അത് മുറിച്ചു, അതായത് മഹാഗണിയായി. മഹാഗണി മുറിച്ചപ്പോ മഹാഗണിയിൽപ്പെട്ടു. അങ്ങനെ മുറിക്കാൻ പാടില്ല. അദ്ദേഹം അത് മുറിച്ചിട്ട് ഫർണിച്ചർ ഉണ്ടാക്കിയെന്നാണ് അൻവർ പറയുന്നത്. ഉണ്ടാക്കിയിരിക്കാം, അതാണ് കേസ്. SP-യുടെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മഹാഗണി മുറിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അല്ലാത്ത വസതിയിലേക്ക് എവിടെ ചെയ്താലും തെറ്റല്ല. ഫർണിച്ചറുകൾ ഉണ്ടാക്കി, അതിനെതിരായ ഒരു കേസുണ്ട്. ആ കേസ് പിൻവലിക്കണം എന്നാണ് അൻവറിനോട് അദ്ദേഹം ഫോണിലൂടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിൻവലിച്ച് എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇന്നത്തെ എന്റെ പ്രായമനുസരിച്ച് DGP വരെ ആകാനുള്ള സാധ്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ സർവീസ് കാലത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കും എന്നാണ് ആര് പറയുന്നത്? SP ഫോൺ സന്ദേശത്തിൽ പറയുന്നത്. അത് സർവീസ് നടപടികൾക്ക് കുറ്റകരമായ തെറ്റാണ്. അങ്ങനെ ഒരു IPC-കാരനും ഒരു പോലീസുകാരനും പറയാൻ പാടില്ല. നടപടിയെടുക്കാൻ സമയം കിട്ടി. ആ സമയത്ത് ആദ്യത്തെ SP-യെ സസ്പെൻഡ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിനെ പറ്റിയുള്ള ആക്ഷേപം എന്താ? അദ്ദേഹം ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്നു, അതിലെല്ലാം ഇദ്ദേഹത്തിന് പങ്കുണ്ട്. മരമുറിയിൽ പങ്കിട്ട് അറിയില്ല. മഹാഗണി ഇവർ രണ്ടാളും കൂടിയാണ് മുറിച്ചതെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി അജിത് കുമാർ ഇവിടെ വന്നിരുന്നോ? അയാൾക്ക് മരം മുറിക്കാൻ അറിയോ? ഈ വിവരമൊന്നും നമുക്കില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ചെയ്യുന്ന ക്രമക്കേടുകളിലെല്ലാം ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ആവട്ടെ, പറഞ്ഞാൽ പോരല്ലോ, തെളിവ് കിട്ടണ്ടേ? ഇപ്പൊ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? DGP-യെ ഇത് അന്വേഷിക്കാൻ നിശ്ചയിച്ചു. അതിന്റെ കൂട്ടത്തിൽ 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ചേർത്ത് നൽകി. അതെന്തിനാ? എവിഡൻസ് കളക്ട് ചെയ്യാം. അപ്പോ നമ്മുടെ മനോരമ, ബഹുമാനപ്പെട്ട പത്രം, മാതൃഭൂമി, മാധ്യമം, അത് ഏറ്റവും നല്ല പത്രമാണ്. കാരണം ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന പത്രമാണ്. ADGP-യുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ SP-ക്ക് ചുമതല കൊടുത്തു. SP-ക്ക് കൂടെ ചുമതല കൊടുത്തിട്ടുണ്ടോ? ചുമതല കൊടുത്തത് DGP-ക്കാണ്. DGP-ക്ക് ഒറ്റക്കത് പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ടീമിനെ ഉണ്ടാക്കിയത്. ആ ടീമിന്റെ പേരാണ്, പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്. ADGP-യുടെ കുറ്റം പരിശോധിക്കാൻ അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ
മുഖ്യമന്ത്രി നിശ്ചയിച്ചെന്ന പച്ചക്കള്ളം പച്ചക്ക് പറഞ്ഞു ഈ നാട്ടിലെ മാതൃഭൂമിയും മനോരമയും മാധ്യമവും അടക്കമുള്ള പത്രങ്ങൾ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞത് അദ്ദേഹം RSSന്റെ നേതാക്കന്മാരെ ഇടക്ക് സന്ദർശിച്ചിരുന്നു. RSSന്റെ നേതാക്കന്മാരെ സന്ദർശിച്ച കുറെ ആളുകൾ പോലീസിൽ ഇപ്പോഴുണ്ട്. അത് പോലീസ് RSSന്റെ ആസ്ഥാനത്ത് പിരിഞ്ഞുപോയ ജഡ്ജിമാരെ വിളിച്ചല്ലോ. പിരിഞ്ഞുപോയ ജഡ്ജിമാർ RSSന്റെ ആസ്ഥാനത്ത് പോയിരുന്നില്ലേ? എന്റെ ജഡ്ജിമാരെങ്ങനെ RSSന്റെ ആസ്ഥാനത്ത് പോയിരിക്കാൻ കാരണം? നിലവിലുള്ള ചീഫ് സെക്രട്ടറി അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോമം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ പ്രധാനമന്ത്രിയെ വിളിച്ചു. പ്രധാനമന്ത്രി വിളിക്കാൻ പാടില്ല. പറയുന്നത് അയാൾ അറിയാതെ ഇയാൾ പോയെന്നും ഇയാൾ അറിയാതെ അയാൾ പറഞ്ഞുമാണ്. എങ്ങനെയായാലും പാടില്ലാത്തതാണ്. ജുഡീഷ്യൽ സംവിധാനം ഭരണഘടനയുടെ രണ്ടാമത്തെ ഘട്ടമാണ്. 1 നിയമനിർമ്മാണം, 2 ജുഡീഷ്യറി, 3 എക്സിക്യൂട്ടീവ്. നാലാമത്തെ ഒരു സാധനം ഉണ്ടെന്ന് പത്രക്കാർ പറയുന്നു. ഞങ്ങളാണത് 4ാം കാലം. ആയിക്കോട്ടെ, ആർക്കും നമുക്ക് തർക്കമില്ല. 4ാമത്തെ കാലോ 5ാമത്തെ കാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ല നിലക്ക് നടന്നാൽ മതി എന്ന് മാത്രമേ. അങ്ങനെ പാടില്ല. അവിടെ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും പിന്നെ വിരമിച്ച ജഡ്ജിമാർ പോയി RSSന്റെ ആസ്ഥാനത്ത് അവർ വിളിച്ച് ചായം കുട്ടി അവിടെ ഇരുന്നല്ലോ. എന്തിനാണ്? IPSകാർക്കും IASകാർക്കും ഭരണാധികാരികളോട് ഒരു പ്രത്യേക ബന്ധം ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാ? കേന്ദ്ര ഭരണാധികാരികളോടാണ്. എന്താ കാരണം? പിരിഞ്ഞാൽ ലാവണം കിട്ടും. പിരിഞ്ഞ ജഡ്ജിമാര്, പിരിഞ്ഞ IASകാര്, പിരിഞ്ഞ IPSകാര് അവർക്ക് നിയമപരമായി തന്നെ ചില കമ്മീഷനുകളുടെ, ചില കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം നിയമത്തിലുണ്ട്. ചില നിയമം അസംബ്ലി പാർലമെന്റ് പാസ്സാക്കുമ്പോൾ എന്താ പറയുന്നത്? ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി ആയിരിക്കും. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹൈക്കോടതിയിൽ വിരമിച്ച ജഡ്ജി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകാരുടെ കാര്യം നോക്കാനുള്ള പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ ഇല്ലേ? ആ ഓംബുഡ്സ്മാന്റെ ചെയർമാൻ ആരായിരിക്കും? പിരിഞ്ഞ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? പിരിഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കും. ഇങ്ങനെയുള്ള തീരുമാനം. ഞാനൊരു കമ്മീഷനിൽ ഇരുന്ന ആളാണ്. മത്സ്യത്തൊഴിലാളി കടാക്ഷസ കമ്മീഷൻ ചെയർമാൻ ആവണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി പിരിയണം. കാർഷിക കടാക്ഷസ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ എന്ത് വേണം? ഹൈക്കോടതി ജഡ്ജിയായി പിരിയണം. പിരിഞ്ഞ ആളുകൾക്ക് കൊടുക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പിരിയാൻ വേണ്ടി ഒരു സമയം വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. സർവീസിൽ കയറി അന്ന് ആദ്യം അയാൾ ഉറപ്പിക്കുന്നത് ഞാൻ ഇന്ന ദിവസം പിരിയുന്നതാണ്. അപ്പൊ പിരിഞ്ഞാലും കുറച്ചു കാലം ജീവിക്കണമല്ലോ ഇവിടെ. പിരിയുന്നവർക്ക് എത്ര? 55ാമത്തെ വയസ്സിൽ, 58ാമത്തെ വയസ്സിൽ, ഏറിയാൽ 60. അതിനപ്പുറത്തില്ല. 60 വയസ്സ് കഴിഞ്ഞാലും ഒരു 80 വയസ്സ് വരെ ജോലി ചെയ്യാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. മറ്റസുഖങ്ങളൊന്നുമില്ലെങ്കിൽ, വല്ലാതെ അസുഖം ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ. അപ്പൊ 20 കൊല്ലക്കാലം സർവീസിൽ ഇരുന്നത് പോലെ തന്നെ ഡ്രൈവർ, ഗൺമാൻ, കാറ്, ബംഗ്ലാവ്, പത്രാസ്, പവർ ഇതെല്ലാം കിട്ടണമെങ്കിൽ ഭരണാധികാരികളോട് ലോഗ്യമുള്ളവർക്കാണ് കിട്ടുക. അതുകൊണ്ട് ലോഗ്യം പറയുന്നതിന് വേണ്ടി ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗവർണർ പോയത് നിങ്ങൾ കണ്ടില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ RSSന്റെ തലവനെ കാണാൻ എത്ര പ്രാവശ്യം പോയി? എന്താ കാരണം? RSSനെ പ്രീണിപ്പിച്ചാൽ ഗവർണറായി തുടരാം. അതിനാണ് അങ്ങനെ കുറച്ച് ആളുകൾ പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നതിനെ മുഴുവൻ കുറ്റമായി എടുത്ത് RSSകാരനെ കാണാൻ വേണ്ടി പോകുന്നത് തെറ്റാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കാണുന്നത് തെറ്റായിരിക്കില്ലേ? NDF-കാരനെ കാണുന്നത് തെറ്റായിരിക്കൂലേ? RSS ഹിന്ദുവിന്റെ പേരിലാണ് വർഗീയത കളിക്കുന്നെങ്കിൽ NDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിന്റെ പേരിൽ വർഗീയത കളിക്കുന്നവരല്ലേ? ഒരു വർഗീയത മാത്രമാണ് വർഗീയത. എല്ലാ തീയും തീയെന്നാണ്. അത് വടക്ക് ഭാഗത്തുനിന്ന് വന്ന തീയാണെങ്കിലും കിഴക്ക് ഭാഗത്തുനിന്ന് വന്ന തീയാണെങ്കിലും പെരക്ക് പറ്റാത്തതാണ്. ഒരാളെ കണ്ടു എന്നുള്ളത് കൊണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. പൂരം കലക്കി തെളിവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം. ആ അന്വേഷണത്തിനാണ് DGP-യെ വെച്ചത്. അപ്പോൾ അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, കുറ്റവാളിയായ ഇരുന്നു കൊണ്ട് അന്വേഷണം ശരിയാവില്ല. അപ്പൊ എന്ത് വേണം? കുറ്റവാളിയായ ആളെ നടപടി സ്വീകരിച്ച് ഒഴിവാക്കി നിർത്തി അന്വേഷിക്കണം. അതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അൻവറിന് മറന്നുപോയ, സൗകര്യപ്രദമായി മറന്നുപോയതും മനോരമയും മാതൃഭൂമിയും മാധ്യമടക്കമുള്ള കള്ളപത്രങ്ങൾ മറച്ചുവെക്കുന്നതുമായ ഒരു സത്യം. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ DGP ആരാ? സെൻകുമാറാണ്. 10 കുമാർ അദ്ദേഹമായിരുന്നില്ലേ? സെൻകുമാറിനെ DGP ആക്കിയത് ആരാ? UDF ആണ്. ഞങ്ങളുടെ മുമ്പ് നിങ്ങളല്ലേ മന്ത്രിമാർ?
കേരളത്തിലെ മന്ത്രിമാരായിരുന്നില്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ, AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. നിങ്ങളാണ് സെൻകുമാറിനെ DGP ആക്കിയത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ സെൻകുമാറാണ് DGP. അധികാരത്തിൽ വന്നപ്പോൾ ഈ ആക്ഷേപങ്ങളെല്ലാം സെൻകുമാറിനെ സംബന്ധിച്ച് വന്നു. ആഴ്ചക്ക് RSSനെ കാണാറുണ്ട്. സത്യമാണെന്ന് പിന്നീട് തെളിഞ്ഞു. സെൻകുമാർ BJP-കാരനായി മാറി. BJP-യിൽ അംഗത്വമെടുത്തു. DGP സ്ഥാനത്തിന് പോയതിനു ശേഷം കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് സെൻകുമാറിനെ DGP സ്ഥാനത്തു നിന്ന് മാറ്റി. അയാൾ ഹൈക്കോടതി പോയി. മാറ്റം എന്താ കാരണം പറയാം? സർക്കാരിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി മാറ്റി എന്നേ പറയാൻ പറ്റൂ. വേറൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതിനെ പ്രതിപക്ഷം എതിർക്കല്ലേ ചെയ്തത്? അസംബ്ലിയിൽ പ്രതിപക്ഷം ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിന് സെൻകുമാറിനെ മാറ്റി? സെൻകുമാർ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നീതിമാനാണ് എന്നെല്ലാമല്ലേ അന്ന് പ്രതിപക്ഷം അസംബ്ലിയിൽ പറഞ്ഞത്? അതിന് മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ട്. അത് മനോരമയും മാതൃഭൂമിയും മാധ്യമവും സൗകര്യത്തിന് മറന്നാലും ഞങ്ങൾ മറക്കില്ല. എന്താ മറുപടിയെ? പ്രതിപക്ഷം വല്ലാതെ സെൻകുമാറിന് വേണ്ടി വാദിക്കേണ്ട, അയാൾ നിങ്ങളെ കള്ളിയിലില്ല, അദ്ദേഹം കള്ളി മാറിപ്പോയിരിക്കുന്നു. ആ കാര്യം മനസ്സിലാക്കാതെ സെൻകുമാറിന് വേണ്ടി വാദിക്കുന്നത്, പ്രതിപക്ഷം നടത്തുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ DGP ആക്കിയിട്ടുള്ള സെൻകുമാർ ഇപ്പോൾ BJP ആണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പറയാതെ പറഞ്ഞത് അതാണ്. പക്ഷെ സെൻകുമാറിനെ ഞങ്ങൾ മാറ്റിയപ്പോൾ സെൻകുമാർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഗവൺമെന്റിനോട് വിശദീകരണം ചോദിച്ചു. പൊതു താല്പര്യത്തിന് വേണ്ടി മാറ്റിയെന്നാ പറഞ്ഞത്. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. ആ മാറ്റം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഒരാളെ മാറ്റിയാൽ, അങ്ങനെ കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പൊതു താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രീം കോടതിയും ശരിവെച്ചു. കേരള ഗവൺമെന്റ് DGP സ്ഥാനത്ത് നീക്കിയിട്ടുള്ള സെൻകുമാർ DGP ആയി വീണ്ടും വന്ന് ചുമതലയേറ്റു. അത് ADGP-യുടെ നീക്കിയാലുണ്ടാവില്ലേ? ഉണ്ടാവാൻ സാധ്യതയില്ലേ? തെളിവില്ലാതെ നീക്കിയാൽ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ADGP ആയ അജിത് കുമാറിനെ MLA പറഞ്ഞതുകൊണ്ട് നീക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? MLA ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് നീക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് സ്റ്റാൻഡ് ചെയ്യോ? ഇന്ന കുറ്റമുള്ളത് കൊണ്ട് നീക്കിയെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സെൻകുമാറിന്റെ അനുഭവം ഉണ്ടാവും. അതിലൊരു കാര്യം ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. മുഹമ്മദ് നബി മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മുത്തക്കിയായ മനുഷ്യനെ ഒരേ മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കില്ല. ഒരാളെ കടിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിലൊരു വാക്കുണ്ട്, മുത്തക്കി എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള ആളെ കടിക്കൂല എന്നാണ്. ഞങ്ങൾക്ക് ലേശം വകതിരിവുണ്ട്. അൻവറിനെ പോലെ ഞങ്ങൾക്ക് ത്രെഡ് പോയിട്ടില്ല. ഞങ്ങളെ ത്രെഡ് ഞങ്ങളടുത്ത് തന്നെ തെറിച്ചു പോയിട്ടില്ല. സെൻകുമാറിന്റെ അനുഭവം വരാതിരിക്കാനാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അതുവരെ അൻവർ കാത്തു നിൽക്കണം, അനാവശ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞില്ലേ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന് മോശമായിരിക്കാം. കേരള സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റാണ്. 99 MLA-മാരുമായി ഈ സംസ്ഥാനം 8 കൊല്ലം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റാണ്. നിങ്ങൾ പാർട്ടി മെമ്പർ അല്ലെങ്കിലും നിങ്ങളുടെ റിക്വസ്റ്റ്, അഭ്യർത്ഥന നടത്തി നിങ്ങളത് നിർത്തണം. നിങ്ങൾ പാർട്ടിയുടെയും മുന്നണിയുടെയും എതിരാളികളുടെ കയ്യിൽ കോടാലി കൈയായി മാറരുത്. അത് സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. വേറെ പത്രസമ്മേളനം നടത്തണേ. ഇത് അതിലെന്താ പറഞ്ഞത്? കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ആര്? പിണറായി വിജയൻ. അതൊരു ശകാരമാണ്. അങ്ങനെ ശകാരിച്ചാൽ ഞങ്ങളെ മേലെ തട്ടില്ല. കാരണം നിങ്ങൾ മുമ്പത്ത് തങ്ങളുടെ പേരക്കുട്ടിയല്ലല്ലോ. നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖിന്റെ മകനല്ലല്ലോ. നിങ്ങൾ ഷൗക്കത്ത് അലി സാഹിബിന്റെ മകനാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്കൊന്നും മോചിസാത്തില്ലല്ലോ. ഞങ്ങൾ അത് കണ്ട് പേടിക്കാൻ? ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ബേജാറാവരുത്, വിഷമിക്കരുത്. അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. കേരള സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാരെങ്ങാനും അധികാരത്തിലിരുന്ന അന്ന് ഞാൻ പമ്പ നദിയിൽ മുങ്ങിച്ചാകും വിഷം കുടിച്ചിട്ട് എന്നാണ് മാമൻ മാപ്പിള പറഞ്ഞത്. മനോരമയുടെ പത്രാധിപർ. വിഷം കുടിച്ചാൽ തന്നെ ആൾ ചാവും. പിന്നെ പമ്പാ നദിയിൽ മുങ്ങണെന്തിന്? അപ്പൊ 2 നിലയ്ക്ക് മരണം ഉറപ്പാക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 നവംബർ മാസം 5-ാം തീയതി അധികാരത്തിൽ വന്നു. അയാൾ വിഷം കുടിച്ചില്ല, പമ്പാ നദിയിൽ മുങ്ങിയില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് AK ആന്റണി.
കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലെ പല ചണ്ടിത്തരങ്ങളിലും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ആളുകൾ ബഹുമാനിക്കുന്നത്. അത് ബഹുമാന്യനായ ആന്റണി രാഷ്ട്രീയ തിമിരം ബാധിച്ചപ്പോൾ വരാനിരിക്കുന്ന 100 കൊല്ലക്കാലം മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിന്റെ കസേര കാണില്ല എന്ന് ശപിച്ചു. ആന്റണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്നെ 3 മുഖ്യമന്ത്രിമാരുണ്ടായി. കെ നായനാരും VS അച്യുതാനന്ദനും പിണറായി വിജയനും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോകുന്നതല്ലല്ലോ ഇത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി വരുന്ന സമയത്ത് 1980 സാർവദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ശ്രീലങ്കയിലെ പ്രശ്നം. ശ്രീലങ്കയിലെ ഭണ്ഡാരനായകയുടെ ഭരണം. ആ ഭരണത്തിനെതിരായി ആ നാട്ടിലെ ജനങ്ങളുടെ പോരാട്ടം. അതിൽ തന്നെ LTTE തമിഴ് ഈഴ വിമോചന മുന്നണി വേലിപ്പുള്ള പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള സമരം. അന്നാണ് ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുതിയ പാർട്ടി, ഇടതുപക്ഷക്കാരെല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ചേർന്ന് ജനവിമുക്തി പെരമുന എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായി. അതാണ് JVP. 2050 ആ പാർട്ടി രംഗപ്രവേശനം ചെയ്തപ്പോൾ അതിവിടെ വേണ്ട എന്ന് തീരുമാനിച്ചു ശ്രീലങ്കയിലെ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായി ആ പാർട്ടിയുടെ ആയിരക്കണക്കായ ആളുകൾ വെടിയേറ്റ് മരിച്ചു. ഒരു നായാട്ടാണ് നടത്തിയത്. വേലിപ്പുള്ള പ്രഭാകരനെ 2ാം സ്ഥാനത്ത് നിർത്തി, JVPയെ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നു. ആയിരക്കണക്കായ ആളുകളെ തടവറയിൽ വെച്ചു, ആയിരക്കണക്കായ ആളുകളെ കൊന്നു. ശ്രീലങ്കയിലെ ഭരണാധികാരികൾ ആശ്വസിച്ചു, ഇനി ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരനും ഈ ശ്രീലങ്കയിൽ ഉണ്ടാവില്ല. കാരണം അവരുടെ നേതാക്കന്മാർ ഒന്നുകിൽ കൽത്തുറുങ്കിലാണ്, അല്ലെങ്കിൽ ഖബറിലേക്ക് പോയിരിക്കുന്നു. അതാണ് JVP. 2024 ശ്രീലങ്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച അനുരകുമാര ദിസ്സനായക ആരാണ്? 1980 ഭണ്ഡാരനായകയുടെ ഗവൺമെന്റ് പറഞ്ഞില്ലേ, ഇനി ഇവിടെ ഇല്ല ഇടതുപക്ഷം, അതിനെ ഞങ്ങൾ ശരിയാക്കിയിരിക്കുന്നു. 80 കഴിഞ്ഞ് 90, 90 കഴിഞ്ഞ് 2000 കഴിഞ്ഞു. ഒരു 44 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ ആ സാധനം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ജയിക്കുകയല്ല ചെയ്തത്, ഏതെങ്കിലും ഒരു അസംബ്ലി പിടിക്കുകയല്ല ചെയ്തത്. രാഷ്ട്രത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെങ്കൊടി പിടിച്ചുകൊണ്ട് അദ്ദേഹം കയറുന്നത് സന്തോഷത്തോടുകൂടി ഈ ലോകത്തെ ജനത കാത്തുനിന്നു, കണ്ടുനിന്നു. ഒരാളുടെ ആഗ്രഹത്തിന്റെ അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. അൻവറിനത് ആഗ്രഹിക്കാം. പഴയകാലത്തെ മരമുറിക്കാരുടെ കൂടെ ഇനി MLA ആവാം, പറ്റുമെങ്കിൽ സുധാകരന്റെ കൂടെ കാട്ടിലെ രാജാവാം. പക്ഷെ നിങ്ങൾ ഈ ശകാരിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും എന്ന് കരുതേണ്ടതില്ല. നല്ല രാഷ്ട്രീയ സംവാദം ഉയർന്നു വന്നു. അപ്പോൾ നിങ്ങൾ മലപ്പുറത്തെ നേതാക്കന്മാരെയാണ് പിന്നെ പിടിച്ചത്. മലപ്പുറത്തെ നേതാക്കന്മാരെല്ലാം സാധുക്കളാണ്, അത് ഞാൻ സമ്മതിച്ചു. പാവപ്പെട്ടവരാണ്, നിങ്ങളെ പോലെ പണക്കാരല്ല. ഞങ്ങൾക്ക് തടയണ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, കാരണം ഞങ്ങൾ റിസോർട്ടിന്റെ മാനേജർമാരല്ല. കക്കാടംപോയിൽ തടയണ ഹൈക്കോടതിയാണ് വിളിച്ചത്, അല്ലാതെ P ശശിയല്ല. ഹൈക്കോടതി തടയണ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ തടുത്തു നിർത്താൻ P ശശിക്ക് പറ്റില്ല. സാമാന്യ ബോധത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നായി കിടക്കുന്ന മല, അതിന്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലം, അതേതെങ്കിലും സർവേ നമ്പറിൽ കിടക്കുന്നത് ഭൂമിയുടെ അധിപനായി ഒരാൾ വന്നില്ലെങ്കിൽ, പട്ടയത്തിൽ പെട്ടില്ലെങ്കിൽ അത് റവന്യൂ പുറമ്പോക്കാണ്. റവന്യൂ പുറമ്പോക്ക് ആരെങ്കിലും വളച്ചു കെട്ടിയാൽ അതിന് അംഗീകാരം തരുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ P ശശിക്ക് ഒക്കില്ല. അതിനുള്ള അധികാരമുള്ള ആളല്ല P ശശി. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവാം. ആ P ശശിയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ആക്ഷേപവും അന്വേഷിക്കാമെന്നാണ് ഈ പാർട്ടി പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞു പോകരുത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി RSSകാരനാണ് പോലും. എവിടുന്നാണ് നിങ്ങൾക്ക് ഈ അറിവ്? നിങ്ങൾക്ക് വല്ല ജിബിരിയിൽ എന്ന മലക്ക് ഇറങ്ങിയത്? EN മോഹൻദാസ് എന്ന് പറയുന്ന ആള് എനിക്കറിയാവുന്ന SFIക്കാരനാണ്. DYFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിച്ച ആളാണ്. അയാൾ എന്നാണ് RSSന്റെ ശാഖയിൽ പോയത്? അയാൾ എന്നാണ് RSSകാരനായത്? RSSകാരനായ ആൾക്കും കമ്മ്യൂണിസ്റ്റ് ആവാം. ഇവിടെ എല്ലാം പ്രസംഗിക്കാൻ വേണ്ടി വന്ന സുരേഷ് മിന്നി അല്ലേ, സുധീഷ് മിന്നി, അയാൾ RSSലല്ല മിന്നിയത്, ഇവിടെ വന്നിട്ട് മിന്നിയിട്ടില്ലത്. അദ്ദേഹം പഴയകാല RSSകാരനാണ്, സാധാരണ RSS അല്ല. ആ RSSന്റെ ഭൗതിക പ്രമുഖായി, അതിന്റെ ദണ്ഡനം പഠിപ്പിക്കുന്ന ആളായി ഈ നാട്ടിൽ മുഴുവൻ നടന്ന സുധീഷ് മിന്നി പിന്നെ CPMന്റെ കൂടെ വന്നില്ലേ? അതുകൊണ്ട് ഒരു RSSകാരന് CPM ആവാം. പക്ഷെ EN മോഹൻദാസ് RSSകാരനല്ല.
അദ്ദേഹം RSSകാരനായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ഈ പച്ചക്കള്ളം നിങ്ങൾ തട്ടിവിടുന്നത്? എൻ മോഹൻദാസിനെ പോയിട്ട് ഒരാൾ തള്ളിയിട്ടല്ലോ ആഫീസിൽ. അതെങ്ങനെ നിങ്ങൾക്ക് വിവരം കിട്ടിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചിരുന്നാൽ എന്തൊരു കുഴപ്പമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ പാർട്ടിയാണ്. നേതാക്കന്മാരെ പോയി തള്ളിയിടാനൊന്നും അതിൽ പറ്റില്ല. നേതാക്കന്മാരെ വിമർശിക്കാം, അവരെ തെറ്റുകുറ്റങ്ങൾ പറയാം. കൈവെക്കാനൊന്നും ആർക്കും പറ്റില്ല. കൈവച്ചാലോ എന്താണ്ടാവുക? വിവരം അറിയും. അത്ര തന്നെ ഉണ്ടാവും. വെച്ചാളാ വിവരം അറിയും. നിങ്ങൾ എന്തെല്ലാമാണ് ലക്കുലക്കാനമില്ലാതെ വിളിച്ചു പറയുന്നത്. അവസാനം ഇപ്പൊ പറഞ്ഞ എന്താ? നിസ്കരിക്കാൻ ആരോ തടസ്സമുണ്ടാക്കി. നിസ്കരിക്കാൻ ആര് തടസ്സമുണ്ടാക്കി? ഇവിടെ ഒരു MLA ഉണ്ടല്ലോ, നമ്മുടെ സ്വതന്ത്രനായ MLA. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ജാഥ നടത്തുമ്പോൾ അദ്ദേഹത്തെ മെമ്പറാക്കി, ആ ജാഥയിൽ അംഗമാക്കി. അതിലൂടെ ഒന്ന് പ്രസംഗിച്ചില്ലേ? എന്താ പ്രസംഗിച്ചത്? ബാങ്ക് കൊടുത്തപ്പോൾ എനിക്ക് നിസ്കരിക്കണം. നിസ്കരിക്കാൻ പോകുന്നത് ജാഥയിൽ അംഗമാണ്. ജാഥയിൽ അംഗത്തായിട്ടുള്ള ഒരാള് ആ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയുടെ പരിസരം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അവിടുത്തെ സാഹചര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് പോവില്ല. അത് അദ്ദേഹം പോവാത്തതല്ല, അദ്ദേഹത്തിന് പള്ളിയിൽ പോവാം. പക്ഷെ അപ്പൊ വളണ്ടിയർമാർ അവിടെ വന്ന് കാവൽ നിൽക്കും. ചുവന്ന ഡ്രസ്സിട്ട വളണ്ടിയർമാർ പള്ളിക്ക് പുറത്ത് കാവൽ നിൽക്കുകയും അംഗമായ KT ജലീൽ, ജാഥയിൽ അംഗമായ KT ജലീൽ നിസ്കരിച്ച് പടച്ചവനോട് എല്ലാ ആവലാദ്യം പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളത് അദ്ദേഹം തന്നെ പ്രസംഗിച്ചില്ലേ? KT ജലീൽ എത്ര കാലമായി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി? ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര ആളുകൾ നിസ്കരിച്ച് നോമ്പ് വെച്ച് ഹജ്ജ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. ഈ വളവന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ആള് മൊയ്തീൻ ഹാജി, അദ്ദേഹം ഹജ്ജ് ചെയ്ത ആളാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. എല്ലാ വോട്ടിലും നിസ്കരിക്കാൻ പോകുന്ന ആളുമാണ്. അതിനിപ്പോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? തിരൂരങ്ങാടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ P. മുഹമ്മദ്, അദ്ദേഹം ഈ റംസാൻ മാസത്തിൽ മരിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതിന്റെ പ്രചരണ സമയത്ത് അദ്ദേഹത്തിന്റെ മകളെയാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായിരുന്ന വസീഫ് കല്യാണം ചെയ്തത്. അദ്ദേഹം പാർട്ടിയോട് അനുവാദം ചോദിച്ച് കഴിഞ്ഞ ഹജ്ജിന് പോയി. എനിക്കൊരാഗ്രഹമുണ്ട്, ഹജ്ജിന് പോകണമെന്ന്. ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, എനിക്ക് ഹജ്ജിന് പോകാൻ അനുവാദം വേണം. അനുവാദം കൊടുത്തു. അദ്ദേഹം ഹജ്ജിന് പോയി, ഹാജിയായി തിരിച്ചു വന്നു. നമ്മളാരും മുഹമ്മദ് ഹാജി എന്ന് വിളിച്ചിട്ടല്ല, അയാൾ അതിനു വേണ്ടിയല്ല പോയത്. ഏത് മതപരമായ ചടങ്ങാണ് CPM എതിർക്കുന്നത്? ഏത് മതത്തിനെയാണ് CPM എതിർത്തത്? അൻവറിന്റെ നിസ്കാരത്തെ ഞങ്ങൾ മുടക്കിയത്. ഇങ്ങനെ കളവ് പറയുന്ന ആൾ നിസ്കരിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? കളവ് പറയുന്ന ആളുടെ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കോ? അതും കൂടി ആലോചിക്കണ്ടേ? നിസ്കാരം എന്താണെന്ന് നല്ല പോലെ അറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഒരാൾ മുസൽമാനാണെങ്കിൽ അയാൾ അനുവർത്തിക്കേണ്ട നയങ്ങളുടെ ആദ്യ പട്ടികയുണ്ട്. അത് 5, 6, 11 കാര്യങ്ങൾ. ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്. ആ ഇസ്ലാം കാര്യമാണ് ആദ്യത്തേത്. അന്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്ത്. നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമായി നടക്കുന്ന മനുഷ്യന് ആവശ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി നമസ്കാരം, അസ്സലാത്തു, അതാണ് നമസ്കാരം. അഫ്ളലിൽ ഇബാദത്തി ബദനിയത്തി കുല്ലിഹാ, ഒരു മുസ്ലിം മതവിശ്വാസി ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇത് പഠിക്കലാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾ പറമ്പ് കച്ചവടത്തിന് പോയിരുന്നില്ല. ഞങ്ങൾ വരുമാനമുണ്ടാക്കാൻ മറ്റു മാർഗം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരാണെങ്കിൽ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും രാജ്യത്തെ വിവരങ്ങളെല്ലാം തേടിപ്പിടിച്ച് മനസ്സിലാക്കുകയും ഓരോ മതവിശ്വാസിയുടെയും ആചാര അനുഷ്ഠാനങ്ങളെയും അവനെ ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി നിസ്കരിക്കാൻ പോകുന്നവരെ തടയുന്നവരാണ് എന്ന കള്ളപ്രചരണം സംഘടിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം തീവ്രവാദികളുടെയും പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തെ തകർത്ത് കളയാം എന്ന് അൻവർ വിചാരിച്ചാൽ അങ്ങനെ ഏതെങ്കിലും കോടാലി കൊണ്ട് കൊത്തിയാൽ പൊളിയുന്ന വാഴ്മരമല്ല ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കുറച്ച് കാതലുള്ള മരമാണ്. അത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും
ഉയർന്ന നിലവാരത്തിൽ ഹിന്ദു മതവിശ്വാസികളുടെ ആചാരന്മാരും സംഘടനാ നേതാക്കന്മാരും പറഞ്ഞ ഹിന്ദുരാഷ്ട്രം അഥവാ നേപ്പാൾ, ആ ഹിന്ദുരാഷ്ട്രം എന്ന നേപ്പാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലിരിക്കുന്ന ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പേര് പറയാം. KP ഓലി എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ പ്രസിഡന്റ്. അത് യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നേപ്പാൾ മാത്രമാണ്. അത് ഹിന്ദു രാഷ്ട്രമായത് ഹിന്ദു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അത്രമാത്രം പാലിക്കുന്ന രാഷ്ട്രമായതുകൊണ്ടാണ്. ആ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ നാട്ടിലെ ഹിന്ദുക്കളായ മനുഷ്യൻ വോട്ട് ചെയ്താണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. മഹാഭൂരിഭാഗം വരുന്ന മതവിശ്വാസികൾ തന്നെയാണ് ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിജയിപ്പിച്ചത്. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസത്തെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ തകർക്കാൻ, ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ അനുഷ്ഠാനങ്ങളെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവാറില്ല. എന്നാൽ മതം രൂപപ്പെട്ടതെന്ന കാലഘട്ടത്തിൽ തെറ്റായ വല്ല അനുഷ്ഠാനങ്ങളും അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടിക്കാറുമില്ല. ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളയുന്നതിന് വേണ്ടി പച്ചക്കള്ളം വിളിച്ചു പറയുന്ന PV അൻവർ ബഹുമാനപ്പെട്ട MLA ആണെന്ന് കരുതി തന്റെ നീച പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണം. നമ്മുടെ രാജ്യത്തിന്റെ MLA-മാർക്ക് ഒരു അന്തസ്സുണ്ട്. ആ അന്തസ് നിങ്ങളും കാത്തു സൂക്ഷിക്കണം. കേരളത്തിന്റെ MLA-മാർക്ക് മാത്രമല്ല, കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസുമാർ ഉത്തർപ്രദേശിൽ പോയ ഉത്തർപ്രദേശിലെ ആളുകളെക്കാൾ കൂടുതൽ അവർ ഈ പോയവരെ ബഹുമാനിക്കുന്നു. കാരണം കേരളത്തിന് ഒരു പ്രത്യേകതയില്ല. നിങ്ങൾ ഈ സംസ്ഥാനത്ത് നിന്ന് വിട്ടുപോയ കേരള സംസ്ഥാനത്തിന്റെ സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയെ മറ്റ് സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥിയേക്കാൾ കൂടുതൽ ബഹുമാനത്തോടുകൂടി ആളുകൾ കാണും. ഒരു അന്തസ്സുള്ള സംസ്ഥാനമാണ് കേരളം. ആ അന്തസ്സുള്ള സംസ്ഥാനത്ത് അന്തസ്സുള്ളവരായി MLA-മാർ നിൽക്കണം. അന്തസ് കെട്ട MLA ആയി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബില്ലും ബ്രേക്കുമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് എനിക്കുണ്ട് എന്ന് കാണുന്നതും അതിനനുവർത്തിച്ച് തങ്ങളുടെ പ്രസ്താവനകൾ രൂപപ്പെടുത്തുന്നതും ഒരു MLA-ക്കും ഭൂഷണമല്ല. അൻവറും ആ പരിപാടി നിർത്തണം. യഥാർത്ഥ സംവാദത്തിലേക്ക് വന്ന് തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ എന്തും പറയാൻ തനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് PV അൻവർ MLA കരുതരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിപ്ലവ അഭിവാദനങ്ങൾ.